പ്രതീക്ഷയോടെയും മത്സരിച്ചതല്ല, ജയിക്കാൻ മത്സരിച്ചതുമല്ല. ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി, ഒരു സമരത്തിൻ്റെ ഭാഗമായി മത്സരിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ ആവേശം അത് എന്നിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പോളിംഗ് കഴിഞ്ഞപ്പോൾ ജയിക്കുമെന്ന ഒരു പ്രതീക്ഷ ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചത്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. വലിയൊരു ആരോപണം തന്നെയായിരുന്നു പാർട്ടിക്കെതിരെ അങ്ങ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിവെക്കുന്നതാണോ ഈ വിജയം? അല്ല, ആരോപണമല്ല, വസ്തുതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ശരിവെക്കുന്നതാണ് ഈ വിജയം. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പയ്യന്നൂരിലെ പാർട്ടി അണികളിൽ ബഹുഭൂരിപക്ഷവുമെന്ന് അന്നു മുതൽ ഞാൻ പറഞ്ഞു വരുന്നതാണ്. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി. ഈ പയ്യന്നൂർ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു സന്ദർഭം. ചരിത്ര വിജയമായി മാറിയിരിക്കുകയാണ്. ചരിത്ര വിജയമായി മാറി. കാരണം കഴിഞ്ഞ തവണ 1,50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലം ആ 1,50,000 വോട്ട് അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു അട്ടിമറി വിജയമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്തായാലും പയ്യന്നൂരിൽ വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഒരു സ്ഥാനാർത്ഥി പറയുകയാണ്, ഞാൻ ജയിക്കാൻ വേണ്ടി അല്ല മത്സരിച്ചതെന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ശബ്ദം. നമ്മൾ ഈ പയ്യന്നൂർ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്കും ഈ തരത്തിലേക്ക് ഒരു ഫീഡ്ബാക്ക് അന്ന് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല എന്നുള്ളത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അതിന്റെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ CPIM സംബന്ധിച്ച് അവരുടെ ഒരു പാർട്ടി കോട്ടയാണല്ലോ ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ അതിന്റെ ഒരു ഉപരിതലത്തിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പരസ്യമായി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നു എന്ന് പറയാനുള്ള ഒരു മടി പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർ നേരിടാൻ പോകുന്ന, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ. അതുകൊണ്ട് ഒരുപക്ഷെ അവർ ആ നിലയിലുള്ള ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടാവില്ല. അവർക്ക് പ്രതികരിക്കാൻ കിട്ടിയ അവസരം അവർ ശരിയായി വിനിയോഗിച്ചു എന്ന് വേണം കരുതേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.